മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും 8 വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് രാഹുൽ വിയോജിപ്പ് അറിയിച്ചത്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. ആദിൽ, അദ്ദേഹത്തിന്റെ വിയോജിപ്പ് ഏത് തരത്തിലായിരുന്നു? എന്താണ് അദ്ദേഹം ആ വിയോജനക്കുറിപ്പിൽ വിശദമാക്കുന്നത്? പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അമിത്ഷായും ചേരുന്ന ഒരു സമിതിയാണ്, ആഭ്യന്തരമന്ത്രിയും ചേരുന്ന ഒരു സമിതിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മുഖ്യ വിജിലൻസ് കമ്മീഷണറെയും തെരഞ്ഞെടുക്കേണ്ടത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന പേരിനാകും മുൻതൂക്കം. കാരണം 3 പേരിൽ 2 പേർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഏതെങ്കിലും രൂപത്തിൽ അഭിപ്രായം പറഞ്ഞാൽ തന്നെ അത് തീരുമാനമായി വരാനുള്ള ഒരു സാധ്യതയുമില്ല. പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പേരുകൾ, ആ പേരുകളെ പൂർണ്ണമായും എതിർക്കുന്നതായാണ് രാഹുൽ ഗാന്ധി യോഗത്തിൽ അറിയിച്ചത്. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് അങ്ങനെ ഒരു യോഗത്തിൽ വരുന്നു എന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഒരു പേരിനോടും യോജിക്കാനാകില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. യോഗത്തിൽ വിയോജനക്കുറിപ്പ് ഇത് സംബന്ധിച്ച് നൽകി എന്നതാണ് ലഭ്യമാകുന്ന വിവരം. മോദിയും രാഹുൽ ഗാന്ധിയും അമിത്ഷായും തമ്മിലുള്ള ഈ യോഗം 1 മണിക്കൂറും 25 മിനിറ്റും നീണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സമിതി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പേര് തന്നെ അംഗീകരിക്കും. പിന്നീട് അത് രാഷ്ട്രപതി നിർദ്ദേശമായി നൽകുകയും രാഷ്ട്രപതിയാണ് ഇവർക്ക് നിയമനം നൽകുകയും ചെയ്യുന്നത്. ഈ 2 പദവികളിലേക്ക്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിജിലൻസ് കമ്മീഷണർ, ഈ രണ്ട് സ്ഥാനങ്ങളിലേക്ക്, പദവിയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടങ്ങുന്ന സമിതിയാണ്. ഈ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി എതിർപ്പ് അറിയിച്ചത്. ആര്യ, ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.